ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ഒരു പൊരിഞ്ഞ മഴ. അപ്പം നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മഴ കാരണം അത് ആകെ അവതാളത്തിലായി കിടക്കാണ് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ പോവും, അത് വേറെ കാര്യം. പക്ഷേ മഴയാവുന്നതിന് പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകാൻ നിൽക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ തോണി ഉണ്ടാക്കിയാലോ, കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കിയാലോ എന്നൊരു ആലോചന വന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തോണി ഉണ്ടാക്കാനുണ്ട്. പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കുറേ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ തോണി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ റോട്ടിലാണെങ്കിൽ നിറയെ മഴ പെയ്തിട്ട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ തോണി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിടുമ്പോൾ മഴ തോരാനൊന്നും നിൽക്കില്ല, അപ്പോഴേക്കും വെള്ളം കഴിഞ്ഞു പോകുമല്ലോ. അപ്പോൾ മഴയത്ത് ഇറങ്ങിയിട്ടുണ്ട് തോണി വിടാൻ. അതിന് അമ്മയുടെ നിന്നൊക്കെ കുറേ അടിയും ചീത്തയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഓർമ്മ വരിക. അന്നൊക്കെ വരല്ലാത്ത പേപ്പറിൽ നമ്മുടെ മെഴുക് തന്നെ ഉണ്ടാവില്ലേ, കളർ കൊടുക്കണത്, അതൊക്കെ വെച്ച് കളറൊക്കെ കൊടുത്തിട്ട് പല കളറിലുള്ള തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ കൂടെ കുറേ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തോണി ഉണ്ടാക്കുമ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഒരു 2, 3, 4 തോണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് അമ്പാടി അതാ വെള്ളത്തിൽ മുറ്റത്ത് തന്നെ വെള്ളത്തിലിട്ടിട്ട് കടരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പെരും മഴയാണ്. അപ്പോൾ ഞാൻ ചേച്ചി വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഒഴുക്കി വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും വോയിസ് കൊടുക്കുന്ന ടൈമിൽ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ വോയിസ് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിൽ കൂടെ തോണി ഒഴുകി പോകുമ്പോൾ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരും കേട്ടോ. അന്ന് എന്ത് രസം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. മഴ തോരുന്ന ലക്ഷണം കാണാല്ലേ. മഴ തോർന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടൗണിലേക്ക്, അതായത് പെരുന്തൽമണ്ണയ്ക്ക് പോകണം, ദൂതയിലേക്ക് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം മഴ നല്ലോണം തോരാനൊന്നും കാത്തുന്നില്ല. റെയിൻകോട്ട് ഇട്ടിട്ട് ഇറങ്ങി കേട്ടോ. ഞാനും ഏട്ടനും വണ്ടിയും, അമ്മയും ചേച്ചിയും കുട്ടിയും കൂടി ബസ്സിനാണ്ട് വരുന്നത്. കാരണം കുട്ടീനെ സ്കൂട്ടിയിൽ കൊണ്ടുപോയി നനയും. അപ്പോൾ അങ്ങനെ കുട്ടീനെ അവരുടെ അടുത്ത് ബസ്സിൽ കൊടുത്തയച്ചിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പെരിന്തൽമണ്ണ പോയി. അവിടുന്ന് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ പെരിന്തൽമണ്ണ വന്നപ്പോൾ സംഭവം പെരിന്തൽമണ്ണ പോയപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് മഴ അങ്ങനെയൊക്കെ കൊണ്ട് മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തൂതയിലെത്തിയപ്പോഴാണ് ഓർമ്മ. പിന്നെ വീട്ടിൽ വന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ച് പിന്നെ തൂതയിലേക്ക് ഒന്നുകൂടിയും പോകേണ്ടി വന്നിട്ടും ഇത് ഫുൾ ചുറ്റലാണ്. അതുകൊണ്ട് തന്നെ തീരെ വയ്യാണ്ടായിരുന്നു. തലയൊക്കെ കൂടെ വേദനിച്ച് ആകെ തല പൊളിയണ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുകയാണ് കേട്ടോ. അമ്മയാണെങ്കിൽ മേമ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ കിട്ടുമോ, തലവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടും കാണാം കേട്ടോ. അതുവരെയും ബൈ.